ചുണ്ടിലിരിക്കുന്ന സിഗരറ്റിൽ നിന്നും ഒരു പഫ് കൂടി എടുത്ത് മുണ്ടിന്റെ ഒരു അറ്റവും പിടിച്ച് പതിയെ നടന്നു വരുന്നവനെ രശ്മി ഒരു നിമിഷം നോക്കി നിന്നു. തൊട്ടടുത്ത് നടന്നു വരുന്ന രശ്മിയുടെ കാലടി നിന്നപ്പോൾ രുദ്രൻ നിശ്ചലനായി ചുറ്റും നോക്കി. അവന്റെ നെഞ്ചൊന്ന് കാളി. പുറകിൽ കയ്യും കെട്ടി നിൽക്കുന്നവളെ കണ്ടു. രുദ്രൻ നെഞ്ചിൽ കൈവച്ച് പുറകിൽ അവളുടെ അടുത്തേക്ക് 2 കാലടികൾ വെച്ചു. രശ്മി ദേഷ്യത്തോടെ കൈയും ഇരു കൈകളും എളിയിൽ കുത്തി രുദ്രനെ തന്നെ നോക്കി നിൽപ്പുണ്ട്. രുദ്രൻ കുസൃതി ചിരിയോടെ മുണ്ടും മടക്കി കുത്തി അവളുടെ അടുത്തേക്ക് ചെന്ന് ഇരു കൈകളാൽ അവളെ കോരിയെടുത്തു. അവൾ ഒരു പിടപ്പോടെ തല താഴ്ത്തി. അടങ്ങിക്കിടക്കടൂ. അവന്റെ ചുടുനിശ്വാസം അവളുടെ കാതിൽ അലയടിച്ചു. എന്തായാലും ഈ പാതിരാ തണുപ്പത്ത് ആസ്വദിക്കാൻ ഇറങ്ങിയതല്ലേ, ഇതായിട്ട് കുറയ്ക്കണ്ട. അവന്റെ ചൂട് നിശ്വാസം അവളുടെ ഉടലാകെ തുളച്ചു കയറി. വെപ്രാളം നിറയുന്നുണ്ട് ഇരുവരിലും. ഹൃദയം ഇങ്ങനെ കുളിര് കോരുന്നുണ്ട്. പറയാനാവാത്ത ഭാവങ്ങളും വികാരങ്ങളും. അവന്റെ ചുണ്ടിലിരുന്ന സിഗരറ്റ് എടുത്ത് റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. ഇരു കൈയാൽ അവനെ ചുറ്റിപ്പിടിച്ചു. അവന്റെ കഴുത്തിടുക്കിലേക്ക് അവൾ മുഖം അടുപ്പിച്ചു. അവനൊരു നിശ്വാസത്തോടെ അവളിലെ പിടി ഒന്നും കൂടി മുറുക്കി. നിലാവെളിച്ചം അവർക്ക് വഴി കാണിച്ചു. നക്ഷത്രങ്ങളുടെ തിളക്കം അവരുടെ പ്രണയത്തിൽ വജ്രം പോലെ തിളങ്ങി. അവൾക്ക് മാത്രമുള്ള പ്രത്യേക ഗന്ധം അവന്റെ നാസികയിലേക്ക് അടിച്ചു കയറി. ചേർത്തു പിടിക്കൽ അവളിൽ നിന്നും അവനിലേക്ക് നിറയും പോലെ. ഇരുവർക്കും സന്തോഷം തോന്നുന്നുണ്ട്. അറിയാതെ പറയാതെ പലതും കൊതിക്കുന്നുണ്ട്. ദേവേട്ട, എന്നെ ഒന്ന് താഴെ ഇറക്ക്, അവൾ അവനോട് കെഞ്ചി. അവൻ മനസ്സില്ലാതെ അവളെ താഴേക്ക് നിർത്തി. രുദ്രൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാറായി. ശ്വാസം ആഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പോഴെങ്കിലും താഴെ ഇറക്കിയത് നന്നായി, അല്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടി മരിച്ചു പോയേനെ. രശ്മിയുടെ ശ്വാസം എടുത്തുകൊണ്ടുള്ള നിർത്തിയുള്ള പറച്ചിൽ കേട്ടതും രുദ്രന് ചിരി വന്നു. എനിക്ക് പരമശിവനെ പോലെ തന്നെ പ്രണയിക്കണം. പ്രണയം ജീവന്റെ പാതിയാണെന്ന് പറഞ്ഞവനെ പോലെ. അവനില്ലെങ്കിൽ അവളോ അവളില്ലെങ്കിൽ അവനോ ഇല്ലെന്ന് പറയും പോലെ. പ്രണയത്തിനെ തൻ്റെ ഉടലിനോട് ചേർത്ത് വച്ചവനെ പോലെ. രുദ്രൻ അവളുടെ വെള്ളാരം കണ്ണുകളിൽ ഉടക്കിക്കൊണ്ട് പറഞ്ഞു. തനിക്കോ? മുട്ടി ഉരുമി നടക്കുന്നവളുടെ ചെവിയിലായി അവൻ ചോദിച്ചു. എനിക്കെൻ്റെ ദേവേട്ടൻ്റെ പ്രണയിനിയാവണം. ആ ഒറ്റ വാക്കു മാത്രം മതിയായിരുന്നു അവന്. സർവ്വലോകവും കാൽക്കീഴിലാണെന്ന് തോന്നിയാൻ. പ്രണയം നേടിയെടുത്തവൻ്റെ ചിരി അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു. കാണാൻ ആഗ്രഹിക്കുന്ന ഓരോ കാഴ്ചയിലും നിന്റെ ചിരിയുണ്ട്. ഓരോ സ്പന്ദനത്തിലും നിന്റെ തലോടലുണ്ട്. അസാധാരണമായ എന്തോ ഒന്ന്, നിന്നെ എന്നിലേക്ക് അടുപ്പിച്ച എന്തോ ഒന്ന്. എന്നും പോകുന്ന വഴിയിൽ നിന്നും വഴി തിരിഞ്ഞു പോകുന്നവനെ അവൾ സംശയത്തോടെ നോക്കി. ദേവേട്ട, ഇതുവഴിയല്ല. അവൾ മുന്നിലുള്ള വഴിയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. താൻ വാടോ, നമുക്കിത് ശരിക്കങ്ങോട്ട് ആസ്വദിക്കാന്നേ. തൻ്റെ സ്വപ്നത്തിൽ പോലുമില്ലാത്ത പലതും ഇനി ആസ്വദിക്കാനുണ്ടടോ. കള്ളച്ചിരിയോടെ അവളെ നോക്കി കണ്ണിറുക്കി പറഞ്ഞുകൊണ്ട് അവൻ മുന്നിലേക്ക് നടന്നു. രുദ്രൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ രശ്മി ഒരു നിമിഷം നിന്നെങ്കിലും അവൻ്റെ പുറകെ അവൾ നടന്നു. അവൻ്റെ സംസാരം കേട്ടപ്പോൾ അവൾക്ക് എവിടെയൊക്കെയോ പേടി തോന്നി. വേറെ എന്തോ ശബ്ദം കേട്ടതും അവളൊന്ന് വേഗത്തിൽ നടന്ന് അവൻ്റെ കയ്യിൽ കോർത്തു പിടിച്ചു. അവനും അവളുടെ വിരലുകളിൽ പിടിമുറുക്കി. തനിക്ക് പേടിയുണ്ടോ? രുദ്രൻ ആക്കിയ ചിരിയോട് ചോദിച്ചു. ചുമൽ കൂച്ചിക്കൊണ്ട് പറഞ്ഞതും രുദ്രൻ അവളെ കണ്ണിമ വെട്ടാതെ നോക്കി. അവളുടെ മനസ്സിലെ ഭയം അവൻ കണ്ടു. മഞ്ഞിനാൽ പുൽനാമ്പുകളിൽ വെള്ളത്തുള്ളി പ്രത്യക്ഷപ്പെട്ടു. മുന്നിലുള്ള കാഴ്ചയെ മൂടൽമഞ്ഞു മറച്ചു പിടിച്ചു. കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നതും അവിടെ ഇവിടെയായി നിൽക്കുന്നവരെ അവൾ കണ്ടു. പക്ഷെ എന്നിട്ടും വ്യക്തമായ ചിത്രം അവൾക്ക് കിട്ടിയില്ല. ദൂരം കുറയും തോറും അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിലെ കാഴ്ച അവളുടെ വെള്ളാരം കണ്ണുകളെ കൂടുതൽ അത്ഭുതത്തിലാഴ്ത്തി. റോഡിന്റെ സൈഡിലെ തട്ടുകട, ആവി പാറുന്ന ചൂട് ചായയിലേക്ക് അവളുടെ കണ്ണുകൾ പതിഞ്ഞു. മറ്റൊരു ലോകം. ഇനിയും താൻ എന്തൊക്കെയോ കാണാനുണ്ടെന്ന് അവൾക്ക് തോന്നിപ്പോയി ആ നിമിഷം. രുദ്രൻ അവളെ നോക്കി ചിരിച്ച് കൈ വിടുവിപ്പിച്ചുകൊണ്ട് തട്ടുകടയെ ലക്ഷ്യമാക്കി നടന്നു. ഇരു കൈയിലും ചായയുമായി വരുന്നവനെ അവൾ പ്രണയാർദ്രമായി നോക്കി നിന്നു. ശേഷം ഒരു കൈയാലെ ചായ അവൾക്ക് നേരെ നീട്ടി. ഇരുവരും കുറച്ചും കൂടി മുന്നിലേക്ക് നീങ്ങിയ ശേഷം മതിലിൽ ചാരി നിന്നു. പറയാൻ വാക്കുകളില്ലാതെ ഇരുവരിലും മൗനം. എന്തൊക്കെയോ പറയണമെന്ന് അവൾക്കുണ്ടായിട്ട് പോലും നാവുകൾ ചലനമില്ലാത്തതുപോലെ. ഒന്നും പറയാനാവാതെ ഹൃദയം നിറയുന്നതിൻ്റെ ഒപ്പം അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. ഗ്ലാസ്സിൽ കൈ തിരുമുന്നതിൻ്റെ ഇടയിൽ അവൾ ഇടയ്ക്ക് രുദ്രനെയും നോക്കുന്നുണ്ട്. താൻ ചായ കുടിക്കണോ? രുദ്രൻ ഇരു കണ്ണുകളും അവൾക്ക് നേരെ ചിമ്മിക്കൊണ്ട് പറഞ്ഞു. മൂളലിന്റെ ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല. എടോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്മയും രാജീവേട്ടനും പെട്ടെന്ന് കല്യാണം നടത്താനാ പറയുന്നത്. എനിക്കും ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. തനിക്ക് കുറച്ച് സമയം വേണമെന്ന് താൻ അമ്മയോട് പറഞ്ഞാൽ മതി, അമ്മ സമ്മതിക്കും. രുദ്രൻ ചായ ചുണ്ടോട് ചേർത്തുകൊണ്ട് പറഞ്ഞു. അതിനെന്താ, നമുക്ക് പെട്ടെന്ന് കല്യാണം കഴിക്കാം. രശ്മി എടുത്തടിച്ച പോലെ പറഞ്ഞതും അവനാ ചായ വിക്കി. രശ്മി വെപ്രാളത്തോടെ അവൻ്റെ തലയിൽ കൊട്ടിക്കൊടുത്തു. തനിക്ക് സമയം വേണമെന്ന് പറഞ്ഞിട്ട്? രുദ്രൻ സംശയത്തോടെ അവളെ നോക്കി. ആര് പറഞ്ഞു? ഞാനോ? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ദേവേട്ടന് തോന്നിയതാവും.
അടക്കി പിടിച്ച ചിരിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു. അവളുടെ വാക്കിൽ അവന് പോലും ഒരു നിമിഷം സംശയം തോന്നിപ്പോയി. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന്. സംശയത്തിൽ നിൽക്കുന്നവനെ അവളൊന്ന് പാളി നോക്കി. ദേവേട്ടന്റെ പ്രണയം എനിക്ക് വേണം, മരിക്കുവോളം, മടുക്കാതെ, മടുപ്പിക്കാതെ. ഓരോ അണുവിലും ഓരോ ചേർത്തുപിടിക്കലുകളിലും കോർത്തുപിടിക്കാൻ കൈകളും, കണ്ണിലെ പ്രണയവും ചുണ്ടിലെ മധുരവും. നിങ്ങളെന്ന മഴയിൽ നനഞ്ഞു കുളിച്ച് നിങ്ങളുടെ ചൂടറിഞ്ഞ് എനിക്ക് നിദ്രയെ പുൽകണം. നിങ്ങളാൽ എനിക്കങ്ങനെ വാടാതെ പൂത്തുകൊണ്ടിരിക്കണം. അവളുടെ ഓരോ വാക്കുകളും അവന്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. എന്റെ സ്വപ്നത്തിന് ലഹരി പടർത്തുന്നവൻ ഈ നിമിഷം ഒരിക്കലും തീർന്നു പോകരുതെന്ന് അവൾ അത്രമേൽ ആഗ്രഹിച്ചു. പിറ്റേ ദിവസം വൈകുന്നേരം രശ്മി ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് തിരികെ ഉള്ളിലേക്ക് കയറി ബാഗ് മേശയിലേക്ക് വെച്ചു. അടുക്കളയിൽ തിരക്കിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സുഭദ്രയെ പോയി പുറകിൽ നിന്ന് കെട്ടിപ്പിടിച്ചു. ശാരദ ഇടം കണ്ടിട്ട് അവളെ നോക്കി. ഇന്നെന്താ ഇത്രയ്ക്ക് സ്നേഹമെന്ന് ശാരദയ്ക്കും തോന്നിപ്പോയി. നീ പോയി കുളിച്ചിട്ട് വാ പെണ്ണെ, വിയർപ്പ് നാറിയിട്ട് വയ്യ. ശാരദ മുഖം ചുളിച്ചുകൊണ്ട് രശ്മിയെ നോക്കി കള്ളച്ചിരിയോടെ പറഞ്ഞു. അമ്മ വെറുതെ പറയണ്ട, അത്രയ്ക്ക് നാറ്റമൊന്നുമില്ല. രശ്മി ഒന്നുകൂടി ശാരദയെ ഇറുക്കി. അവളുടെ ഉത്തരത്തിന് കൈയിട്ട് അടിച്ചുകൊണ്ട് ശാരദ ചിരിച്ചു. അമ്മേ, ഞാൻ നാളെ ലീവ് എടുത്തോട്ടെ? രശ്മി പരിങ്ങളോടെ ശാരദയോട് ചോദിച്ചു. വെറുതെയല്ല, കൃഷ്ണതുളസി പതപ്പിച്ചുകൊണ്ട് വന്നത്. എന്തോ കാര്യം സാധിക്കാനുണ്ടെന്ന് വരവ് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു. ശാരദ രശ്മിയോട് പറഞ്ഞു. പാറയമ്മേ, ലീവ് എടുത്തോട്ടെ? രശ്മി ശാരദയെ തിരിച്ചു നിർത്തി താടി ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ചു. നീ എന്നെ കൂടുതൽ സ്നേഹിക്കൊന്നും വേണ്ട, ലീവ് എടുക്കാനുള്ള കാരണം പറ, എന്നിട്ട് ആലോചിക്കാം. ശാരദ മുഖത്ത് ഗൗരവം വരുത്തി വെച്ചുകൊണ്ട് പറഞ്ഞു. അത് ദേവേട്ടൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പൊക്കോട്ടെ? രശ്മി പറയുന്നത് കേട്ടതും ശാരദയുടെ മുഖഭാവം പെട്ടെന്ന് മാറി. രശ്മിയെ തുറച്ചു നോക്കി. പ്ലീസ് അമ്മേ, ഒന്ന് സമ്മതിക്ക്, ഈ ഒരൊറ്റ തവണ. രശ്മി ശാരദയെ ദയനീയമായി നോക്കി. നീ എന്നോട് എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇത് നടപ്പില്ല. ശാരദ രശ്മിയോട് ഉറപ്പിച്ചു പറഞ്ഞു. രശ്മി വേഗത്തിൽ കോണിപ്പടി ഇറങ്ങി ബാലന്റെ റൂമിലേക്ക് കയറി. ബാലന്റെ കവിളിൽ ഉമ്മ വെച്ച ശേഷം അയാളുടെ നെഞ്ചിലേക്ക് തല വെച്ചു. അച്ഛാ, ഞാൻ പെട്ടെന്ന് വരാട്ടോ? രശ്മി ബാലനെ തലപൊക്കി നോക്കിക്കൊണ്ട് പറഞ്ഞു. അയാൾ കൈയെടുത്ത് ചിരിയോടെ അവളുടെ കവിളിലൊന്ന് തട്ടി. ഇതൊക്കെ കണ്ടുകൊണ്ട് വാതിൽ ചാരി ശാരദ നിന്നു. ഇടയ്ക്ക് അവളിലേക്ക് നോട്ടമെത്തി. രശ്മി ശാരദയെ കെട്ടിപ്പിടിച്ചു. കവിളിലും നെറ്റിയിലുമൊക്കെ ഉമ്മ വെച്ചുകൊണ്ടിരുന്നു. എനിക്ക് മതിയടി കൈക്കൂലി, കപട ദേഷ്യത്തോടെ ശാരദ പറഞ്ഞു. എൻ്റെ അമ്മ സൂപ്പർ അല്ലേ? അതും പറഞ്ഞുകൊണ്ട് രശ്മി അവളുടെ ചുണ്ടിൽ നിന്നും കൈകൊണ്ട് ഉമ്മയെടുത്ത് ശാരദയുടെ കവിളിൽ വെച്ചു. ശാരദയ്ക്ക് അവളോട് സ്നേഹവും വാത്സല്യവും തോന്നി. പോവെണ്ണേ, അവൻ ഇപ്പോൾ വരും. ശാരദ അവളുടെ മുന്നിൽ കിടന്ന മുടി ശരിയാക്കിക്കൊണ്ട് പറഞ്ഞതും രശ്മി ചിരിയോടെ അവളുടെ തലവെച്ച് ശാരദയുടെ തലക്കിട്ടൊന്ന് മുട്ടി. ഈ പെണ്ണിനെ ഇതിന്ന് ഞാൻ. ശാരദ തല്ലാൻ ഓങ്ങിയതും രശ്മി ശാരദയുടെ കവിളിൽ പിടിച്ച് നുള്ളിക്കൊണ്ട് പുറത്തേക്കോടി. നേരെ വെളുത്ത് തുടങ്ങുന്നതേയുള്ളൂ. ഏകദേശം 6-6:30യോളം അടുത്തിട്ടുണ്ടാവും. മഞ്ഞ് അങ്ങിങ്ങായി പുക പോലെ നിൽക്കുന്നുണ്ട്. അവളുടെ ഇതുവരെ ഇല്ലാത്ത സന്തോഷം ശാരദയും സന്തോഷിപ്പിച്ചു. എങ്കിലും മുറ്റത്തേക്ക് ഓടിയപ്പോൾ പോലും ശാരദയുടെ നെഞ്ചം നീറി. അകൽച്ചയുടെ വേറൊരു ഭാവം ശാരദ മനസ്സിൽ കണ്ടു. പറഞ്ഞിട്ട് എന്ത് കാര്യം? പെൺകുട്ടികൾക്ക് മാത്രം ഇങ്ങനൊരു വിധി, പറിച്ചു നടൽ. തൻ്റെ കല്യാണത്തിന് പോലും ചിന്തിക്കാതിരുന്ന പല കാര്യങ്ങളും ശാരദ ചിന്തിച്ചു എന്നതാണ് സത്യം. ആലോചനയിൽ മുഴുകി നിൽക്കുമ്പോഴാണ് റോഡിൽ ഒരു കാറ് വന്ന് നിൽക്കുന്നത്. ശാരദ പെട്ടെന്ന് നോക്കിയത് രുദ്രന്റെ മുഖത്തേക്ക്. രുദ്രനും അങ്ങനെ തന്നെ. രുദ്രനെ നോക്കി ശാരദ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. രുദ്രനും കാറിൽ നിന്നിറങ്ങി ആദ്യമായി ശാരദയ്ക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ചു. രുദ്രന്റെ കണ്ണുകൾ മുറ്റത്ത് നിൽക്കുന്നവളുടെ മുകളിൽ പതിഞ്ഞു. കണ്ണുകൾ പിൻവലിക്കാൻ കഴിയാതെ അവൻ അങ്ങനെ തറഞ്ഞു നിന്നു. അവളും ഒരു നിമിഷം കണ്ണെടുക്കാതെ അവരെ നോക്കി നിന്നു. പരസ്പരമുള്ള ഓരോ കൂടിക്കാഴ്ചയും ആദ്യത്തെയും. അവൻ അവളെ മൊത്തത്തിലൊന്ന് നോക്കി. ഒരു ബ്ലൂ കളർ ബ്ലൗസും ബ്ലാക്ക് കളർ പാവാടയും നീളൻ മുടി അഴിച്ചിട്ടിട്ടുമുണ്ട്. കൺമഷിയാൽ കറുപ്പിച്ച വെള്ളാരം കണ്ണുകൾ, നെറ്റിയിൽ ചെറിയൊരു കറുപ്പ് പൊട്ട്, വളകളൊന്നുമില്ലാതെ ഒരു കയ്യിൽ കറുപ്പ് ചരട് മാത്രം. പതിവിൽ നിന്ന് വിപരീതമായി നീലക്കല്ലൻ മുക്കുത്തി തിളങ്ങുന്നുണ്ട്. ഒരു കയ്യിൽ ഫോണുണ്ട്. ശാരദ രുദ്രനെ അകത്തേക്ക് വിളിക്കണോ വേണ്ടയോ എന്ന സംശയത്തിൽ നിന്നു. വിളിച്ചാൽ എന്താവും രുദ്രന്റെ പ്രതികരണമെന്നറിയാതെ. ദേവേട്ട, കേറി വാ, അച്ഛനെ കണ്ടിട്ട് പോകാം. രശ്മി പറയുന്നത് കേട്ട് രുദ്രൻ ഫോണിലേക്ക് സമയം നോക്കി. തിരിച്ചു വരുമ്പോൾ കേറാടോ? അത് കേട്ടപ്പോൾ സംശയത്തിൽ നിന്ന് ശാരദയുടെ മുഖവും തെളിഞ്ഞു. അവളെ ഒന്ന് സുഭദ്രയെ നോക്കി ചിരിച്ചുകൊണ്ട് രുദ്രനെ കാറിന്റെ അടുത്തേക്ക് നടന്നതും രുദ്രൻ കോ ഡ്രൈവർ സീറ്റ് തുറന്നു കൊടുത്തു. നുണക്കുഴി വിടർന്ന കവിളുകളും പുഞ്ചിരി നിറച്ച മുഖവുമായി കാറിലേക്ക് കയറി. ഡോറടച്ച രുദ്രൻ ശാരദയെ നോക്കി തലയാട്ടി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. രശ്മിയുടെ മുഖം കണ്ടിട്ടാവണം ശാരദയുടെ ഉള്ളിലും ആഹ്ലാദം അലതല്ലി. കണ്ണിൽ നിന്ന് കാറ് മായുന്നത് വരെ ശാരദ അങ്ങനെ നോക്കി നിന്നു. ഡ്രൈവിങ്ങിന്റെ ഇടയിൽ അവന്റെ കണ്ണുകൾ പലപ്പോഴും അവളെ തേടിയെത്തി. നീലക്കല്ലൻ മുക്കുത്തിയിലേക്ക് മാത്രം അവന്റെ കണ്ണുകൾ ഒതുങ്ങിപ്പോകുന്നത് പോലെ തോന്നിയവന്. കഴുത്തിലെ ചെറിയ മറുകെല്ലാം അവനിൽ അത്ഭുതം തീർത്തുകൊണ്ടിരുന്നു. ഓരോന്നും ആദ്യമായി കാണുന്ന പോലെ. രശ്മിയും അവനെ നോക്കി ചിരിച്ചു. അവനും നീല കളർ ഷർട്ട്. അതെങ്ങനെ സംഭവിച്ചു എന്ന് രശ്മി ആലോചിക്കാതിരുന്നില്ല. പലതവണ ആ ചോദ്യം നാവിൽ നിന്ന് ഉയർന്നു വീഴാൻ തുടങ്ങിയപ്പോഴും രശ്മി അതിനെ തടഞ്ഞു. തൻ്റെ അമ്മ സമ്മതിക്കുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചില്ല.
എങ്ങനെ സമ്മതിപ്പിച്ചു താൻ അമ്മയെ കൊണ്ട്? മുന്നിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ രുദ്രൻ ചോദ്യം ഉന്നയിച്ചു. ചോദ്യം കേട്ടിട്ടെന്ന പോലെ രശ്മി അവനെ തറപ്പിച്ചു നോക്കി. എൻ്റെ അമ്മ പാവ. രശ്മി അതേ നോട്ടത്തോടെ തന്നെ പറഞ്ഞു. ഉവ്വോ, അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോൾ കണ്ടിരുന്നു. രുദ്രൻ ഇടയ്ക്കൊന്ന് അവളെ പാളി നോക്കി. അത് പറയുമ്പോൾ അറിയാതെ തന്നെ അവൻ്റെ ചുണ്ടിൽ നിന്നും പുഞ്ചിരി അടർന്നു വീണു. ദേവേട്ടനൊട്ടും മോശമായിരുന്നല്ലോ. വീട്ടിൽ കയറി വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ ആരാ നോക്കി നിൽക്കുന്നത്? പോരാത്തതിന് കുത്താനും വന്നു. എന്നിട്ട് മകളെ കെട്ടിച്ച് തരാമെന്ന് പറഞ്ഞില്ലേ? എന്തോ ദേഷ്യമായിരുന്നു. ഞാൻ തന്നെ പേടിച്ചുപോയി. രശ്മി അന്നത്തെ പേടി വിട്ടുമാറാത്തത് പറഞ്ഞപ്പോൾ രുദ്രന് ചിരിയാണ് വന്നത്. കുത്താൻ വന്നതല്ലേ ഉള്ളൂ, കുത്തിയില്ലല്ലോ. മുഖം വീർപ്പിച്ച് മുന്നിലേക്ക് നോക്കിയിരിക്കുന്നവളുടെ വീർത്ത കവിളിൽ ചൂണ്ടുവിരൽ കൊണ്ടൊന്ന് കുത്തിവിട്ടവൻ. അവനെ ദേഷ്യത്തിൽ നോക്കിയ ശേഷം അവൻ കൈവച്ച ഭാഗം തൂത്തു. അവൾ വീർത്ത മുഖത്തിലെ ദേഷ്യഭാവത്തോടെ അവനെ ഒന്ന് നോക്കി. തൻ്റെ അമ്മയോട് ഞാൻ മാപ്പ് പറഞ്ഞോളാം, പോരെ? ഇനിയെങ്കിലും ആ വീർപ്പിച്ച് വെച്ചേക്കുന്ന ഒന്ന് ശരിയാക്കൂ. രുദ്രൻ തല കുനിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവൾ ചിരിച്ച് ഇടം കണ്ണിട്ട് അവനെ നോക്കി. പഴയ രുദ്രനിൽ നിന്നും ഈ രുദ്രൻ ഒരുപാട് മാറിയ പോലെ അവൾക്ക് തോന്നി. പ്രണയത്തിന് ഇങ്ങനെയും ചില കഴിവുകളുണ്ടോ എന്ന് അവൾക്ക് സംശയം തോന്നിപ്പോയി. ഓരോന്നും പുതുമയേറിയത്, മടുപ്പിക്കാതെ. അപ്പൊ എന്നോട് ചെയ്തതിനൊക്കെയോ? രശ്മി കള്ളത്തരം ഒളിപ്പിച്ച വെള്ളാരം കണ്ണുമായി അവന്റെ നേരെ തിരിഞ്ഞു. രുദ്രന്റെ മുഖം വാടുന്നത് അവൾ അറിഞ്ഞു. ചോദിച്ചത് അബദ്ധമായോ എന്ന് അവൾ ചിന്തിച്ചു. മാപ്പ് പറയാം. അവളെ നോക്കാതെ മുന്നിലേക്ക് നോക്കി മറുപടി പറയുമ്പോഴും അവന്റെ വേദന അവൾ മനസ്സിലാക്കി. മാപ്പൊന്നും പറയണ്ട, എന്നെ സ്നേഹിച്ചാൽ മതി. ജീവനായി, ജീവിതമായി, പ്രാണനായി, പ്രണയമായി. ഞാൻ എന്ന ലോകത്തിൽ മറ്റെല്ലാം മറന്നുകൊണ്ട് മറ്റുള്ളവരെ അസൂയപ്പെടുത്തും പോലെ ഈ കരങ്ങൾ ഓരോ നിമിഷവും അടുത്തെത്തുമ്പോൾ എൻ്റെ ഹൃദയമിടിപ്പിൻ്റെ വേഗത കൂടണം. അസുരൻ്റെ അല്ല, ദേവന്റെ പ്രണയിനിയാകണം എനിക്ക്. അവളിൽ വിരിയുന്ന ഓരോ വാക്കുകളും പ്രണയമെന്ന വികാരത്തിന് മുകളിൽ സ്ഥാനം പിടിച്ചു. അവൻ്റെ കയ്യിൽ ചുറ്റി കണ്ണുകൾ അടച്ച് അവൻ്റെ തോളിലേക്ക് ചാഞ്ഞവൾ അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർക്കുമ്പോഴും അവൻ്റെ ഉള്ളിലും എന്തെന്നില്ലാത്ത വികാരം ഓളിയിട്ടു. അവന് പറയാൻ വാക്കുകളൊന്നും കിട്ടാതെ വന്നു. അവൾക്ക് മുന്നിൽ അവളുടെ വാക്കുകൾക്കും പ്രവർത്തിക്കും മുന്നിൽ നിശ്ചലായ പോലെ. ദേവേട്ട, ഇനിയും കുറേ ദൂരമുണ്ടോ? അവൻ്റെ തോളിൽ നിന്നും തലയെടുക്കാതെ ചോദിച്ചു. അവനൊന്ന് മൂളിക്കൊടുത്തു. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ഒരു ക്ലൂ എങ്കിലും തരുമോ? രശ്മി കയ്യിൽ ഇറുക്കി അവൻ്റെ മുഖത്തേക്ക് തല പൊക്കിക്കൊണ്ട് ചോദിച്ചു. സർപ്രൈസിൽ ക്ലൂ ഒന്നുമില്ല. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ സർപ്രൈസ് മാത്രം. അവൾക്ക് ഉത്തരം കിട്ടാത്തതിലുള്ള ദേഷ്യത്തിൽ അവൻ്റെ താടിയൊന്ന് വലിച്ചു. അമ്മേ! അവനൊന്ന് താടി ഒഴിഞ്ഞു. വേദനിച്ചോ? രശ്മിയുടെ ചോദ്യം കേട്ടതും രുദ്രൻ അവളെ സൂക്ഷിച്ചു നോക്കി. സാരമില്ല, ഇനി ശീലായിക്കോളും. അവൾ ഒന്നും കൂടി പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. അവളുടെ പുതുമയേറിയ ഭാവങ്ങൾ അവൻ ആസ്വദിച്ചു. പ്രാണനായവൾ ഇന്ന് അവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന പോലെ തോന്നി. പരസ്പരം സ്നേഹിക്കാനുള്ള മത്സരം, മറ്റൊന്നിനും വേണ്ടിയും വിട്ടുകൊടുക്കാതെ. ദേവേട്ടന് എന്താ പെട്ടെന്ന് എന്നെ കാണണം എന്നിങ്ങനെ തോന്നാൻ? കുറേ നാളായി ഞാൻ പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. പക്ഷെ ഇപ്പം കുഴപ്പമില്ല. രശ്മിയുടെ ചോദ്യത്തിൽ സംശയം കടന്നുകൂടി. അറിയില്ലടോ, എനിക്ക് തന്നെ ഇങ്ങനെ കാണാൻ തോന്നി പറഞ്ഞു. പക്ഷേ രുദ്രൻ അവളെ ഒന്നും കൂടി നോക്കി. അവൾ തലപൊക്കി അവനെയും നോക്കി. പക്ഷേ ബാക്കി പറ ദേവേട്ട. രശ്മി കേൾക്കാനുള്ള ആകാംക്ഷയിൽ തിരക്കി. താനിങ്ങനെ വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എൻ്റെ ആഗ്രഹത്തിന് തൻ്റെ ഇഷ്ടം പറഞ്ഞു മുഴുവിപ്പിക്കും മുന്നേ രശ്മി അവൻ്റെ വായ പൊത്തി. ബ്രേക്ക് പിടിച്ചവൻ കാറ് സൈഡിലേക്ക് ഒതുക്കി. ദേവേട്ടൻ ഇപ്പോൾ പറഞ്ഞത് പറഞ്ഞു, ഇനി ഉണ്ടാവരുത്. ദേവേട്ടൻ എന്നോട് എന്തും പറയാം, എനിക്ക് തിരിച്ചും. ദേവേട്ടൻ പറയുന്നതെല്ലാം എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഞാനത് പറയും. ദേവേട്ടനാണെങ്കിലും അങ്ങനെ തന്നെ. പ്രണയമൽപ്പം പൈങ്കിളിയും വട്ടും ഒക്കെ തന്നെയാ. ആ വട്ടിൽ നമുക്ക് ഒരുമിച്ച് നനഞ്ഞു കുളിക്കാം. രുദ്രൻ അവളെ വലിച്ചു നെഞ്ചിലേക്കിട്ടു. അവളൊന്ന് കുറുകിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നു, ഒരു പൂച്ച കുഞ്ഞിനെ പോലെ. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.